സ്ഥലമാണെന്നറിയോ? ഇത് നമ്മൾ കർണാടക കൂർഗിൽ മന്ദലപ്പെട്ടി എന്ന് പറഞ്ഞ ട്രെക്കിംഗ് വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രെക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ ഉച്ച ടൈമായി പോയി വന്നത്. നമ്മൾ വരുമ്പോൾ ശരിക്കും കുറച്ച് രാവിലെ നേരത്തെ അല്ലെങ്കിൽ വൈകിട്ടാണ് വണ്ടിയിൽ. നമ്മൾ ഏകദേശം ഒരു 11 മണി 12 മണി ആ ടൈമിലായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പക്ഷേ വെയിൽ അറിയുന്നൊന്നുമില്ല, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമില്ല, ട്രക്കിങ് കുഴപ്പമില്ലാതെ പോയി. ഒരു ജീപ്പിന് 2500 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് 350 വെച്ച് 7 ആളാണ് ഒരു കേട്ട്. 8 ആൾ വരെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിട്ടോ വീഡിയോ. ഇത് നമ്മൾ പഴശ്ശിരാജ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടിട്ട് നമുക്കറിയില്ല. ഇവിടുന്ന് അങ്ങനെ ഒരാൾ പറഞ്ഞു പഴശ്ശിരാജ 1 വർഷത്തോളം ഇവിടുന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അച്ഛാ ഞാൻ കൊടുക്കാം 300. ബാക്കി നമുക്ക് കണക്കാക്കാം. പിന്നെ പൈസ തിന്ന പരിപാടിയാ. അതിപ്പന്നല്ലേ 200 ഉറുപ്പ്യ ഉള്ളു. ഇല്ല അത് നോക്കണ്ട, എനിക്കറിയാം എത്ര ഉറുപ്പ്യ 120 ഉറുപ്പ്യ ഉള്ളു. ബാക്കി അയാൾ കടന്നു അങ്ങനെ അതിന് മുകളിൽ വോയിസ് ഒഴിവാക്കിയാൽ വോയിസ് ഒഴിവാക്കിയില്ല, കമന്റ് ബോക്സ് ഒഴിവാക്കിയാൽ. വണ്ടിയില്ലാറുണ്ട്, വണ്ടിയിലാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. പായസനായ ഷൂട്ട് ചെയ്ത ഇവിടുന്നാണ്. ഒരു കൊല്ലത്തോളം ഷൂട്ട് ചെയ്യണ്ടായി. ആ ഒരു കൊല്ലത്തോളം ഇവിടുന്ന പൗതിയോളം ഇവിടുന്ന.
നമ്മളെ വട്ടെടുക്കണം. എവിലാട്ട് പോരാണ്? ഓ നടന്നു നോക്കല്ലേ മോളിയെ. ആണോ? എന്റെ ഷൂവേ ഇറങ്ങുമ്പോത്തിന് കൊള്ളാതാവും. എന്റെ കാല് കണ്ടോ? കാല് നീര് വെച്ചിട്ട് ഞങ്ങള് അവിടെ ആളുണ്ടല്ലേ. ഞങ്ങൾക്ക് ഇനി ഈ കുന്നുമലതാ, ഈ മല മുഴുവൻ ഞങ്ങൾ കയറിയാൻ പോവല്ലേ? അവള് കയറുമോ? വെള്ളം കിട്ടാതെ ഞാൻ ഇങ്ങോട്ട് ദാഹിച്ചു വലി. പക്ഷെ നല്ല നല്ല വെയിലുണ്ടെങ്കിൽ പോലെ നല്ല തണുപ്പുണ്ട്. കാറ്റുള്ളത് കൊണ്ട് അറിയുന്നില്ല ചൂടറിയുന്നില്ല. പക്ഷെ ആ പുൽക്കം കുടല് വെള്ളം ഇതാവൂലേ? ഇത് പൈശിരാജ് ഷൂട്ട് ചെയ്ത സ്ഥലമാണല്ലോ നമ്മള്. പൈശിരാജ് ഒരു വർഷത്തോളം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിരുന്നല്ലോ ഫിലിം. ആ സ്ഥലമാണ്. ഇവിടെ നിന്ന് ബാക്ക് കാണിച്ചതേ. ആ ഇവിടെ എന്തൊക്കെ ഉണ്ട് സംഭവം. അമ്പിളി ഈ എൻട്രൻസ് നമുക്കിവിടെ ടിക്കറ്റ് വരുന്നത് എത്രയാണ് മോളെ? ഒരാൾക്ക് 350 രൂപ അല്ലേ? ഒരാൾക്ക് 350 രൂപ കേട്ടോ ടിക്കറ്റ് വാങ്ങിച്ചത്. ട്രെക്കിങ്ങിൻ്റെത് വേണ്ടട്ടോ മാത്രം. ആ ട്രെക്കിംഗ് സ്പോട്ട്. പിന്നെ കുട്ടിയൊക്കെ വേണ്ടത് അവർക്കും ഇവർക്കും ഓൾക്കൊന്നും എടുത്തില്ല. അത്താത്ത ഈ ആറമ്മനൊന്ന് കൈ പിടിച്ചിട്ട്. ആ നല്ല കാട് മോളി, തണലുണ്ടല്ലേ? ഏടെ പാമ്പോ? ആട്ടോ വലിയ പാമ്പുണ്ട്. പാമ്പിന്റെ തോലടി ഇതാ, മൂർഖന്റെ തോല്. ഉടുപ്പ് ഇത് പാമ്പിന്റെ തൊലി നോക്കുക. അത് പാമ്പിന്റെ തോല്. അതന്നെ വലുത്. ചെറുതടി അതിന്റെ കുട്ടിയോ? ഞാറാക്കലേ ഇതെന്താ മരം? മരം ഈ മരം കാണാൻ ഇങ്ങനെ ഇറങ്ങിയൊക്കെ കയറാനും കഴിയില്ല. ആ നല്ല സ്പോട്ട്. ഞാനതാ നോക്കി. ഇമ്മേ ഇത് തോന്നെ കയറൂല മക്കളെ, ഇനിയുണ്ട് കൊറേ. അല്ല നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ മുകളില്. ഉണ്ട് കൊറേ കയറാണ്ട് മക്കളെ. അവിടെ പാറ കാണാണ്ട്. ബാക്കിയുള്ളവരൊക്കെ കയറി വരുന്നുണ്ടേ.
വന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. കണ്ടില്ലേ, ഫുള്ളാ വഴി വന്നത്. ചാക്കിളിയേ താഴെ ഇറങ്ങിക്കോ. ആണോ മനസ്സിലായില്ല. ഒരുവിധം കേറി ഇവിടെ നാടെ പൊട്ടിനിങ്ങോട്ട് ഇറങ്ങി കളി. വല്ലാത്തൊരു കയറ്റമാണ് മക്കളെ, വല്ലാത്തൊരു കയറ്റം. അവിടെ എന്തൊക്കെ കാണാനുണ്ട്. ഓലെങ്ങനെ അതില കയറിയത്? ആ അതിൽ ഷോട്ട് ഉണ്ടല്ലേ. അതെന്താ ചെടികളൊക്കെ കാണുന്നുണ്ടല്ലോ, പൂവുകൾ. ചെറിയ ആ പൂവൊന്ന് പറിച്ചു വയ്ക്കുക. എന്ത് പൂവ്? എന്തോ അതിലോട്ട് പോകാൻ പറ്റില്ലല്ലോ, അവിടെ ഇറക്കായിരിക്കും. ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മുകളിൽ എത്തണം. അതാണ് വ്യൂ പോയിന്റ് കേട്ടോ. മോളിയേ കയറിട്ട് വലിച്ചു. മോനെ എപ്പോഴാ നടത്തിയേ? പപ്പ കണ്ടില്ലേ അല്ലമ്മ? ഒരു 1.5 കയറ്റാണ് മക്കളെ, കയറ്റം. നിങ്ങളെ കയ്യിലേ കയറിയത് ഏത്? പറഞ്ഞ ശരിയായി. ഇവിടെ എന്താ ചോട്ടയിലോ? നിങ്ങൾ ട്രാൻസ്ലേഷൻ ഇല്ല, ഞങ്ങൾ വിശ്വസിക്കൂല. ഇതാണ് മക്കളെ അവിടുന്ന് നല്ല ഇവിടുന്ന് നല്ല കാണാൻ. ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ട് അല്ലേ അമ്മ ഇങ്ങനെ താഴെ പോയി നോക്കട്ടോ. വാ മുകളിൽ കയറിക്കോ, വാ മോളി വാ. ശരി വാ മോളി, മുകളിൽ കയറിക്കോ നമുക്ക്. ശരിയേ വാ. ആ കുറേ നേരമല്ലേ എടുക്കണത്. എന്താ എടുക്കണേ? അവിടെ ഉണ്ട് മോള്, അതിലൊക്കെ പോവല്ലേ? സ്റ്റെപ്പൊന്ന് കയറി നോക്കട്ടെ. ശരി വാ, ശരി അത് മാറ്റി. നല്ലട്ടോ, ഞാൻ പിടിച്ച് കയറിക്കട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ഷൂട്ടിംഗ് ആണ്. വീഡിയോ ഷൂട്ടിംഗ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി താഴെ ഉണ്ട് കേട്ടോ. അല്ല ഇതിൽ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് നമുക്കൊന്നും അങ്ങനെ എടുക്കാൻ കഴിയില്ലല്ലേ. സംഭവം അടിപൊളി കാണാനില്ല മോളി. ഈ ഞാൻ അവിടെ ഉപ്പിട്ടോ ഇപ്പോ കയറി ഇറങ്ങി താഴെ ഇറങ്ങി പോവാ. നമ്മളെ ടൈം കഴിയാനായി കേട്ടോ. അതെന്താ സോളാറാ മോളി അവിടെ കാണുന്നേ? അതിന് വെള്ളം വല്ലതും ഉണ്ടേക്കു? സോളാറിൽ എങ്ങനെ വെള്ളം ഉണ്ടാവുക? അതിൻ്റെ അടിയിൽ എന്തൊരു പെട്ടിയാണ് ഉള്ളത്? ആ പെട്ടിയിൽ അതിന്റെ കരണ്ടിന്റെ സാധനങ്ങളാണ്. രവിയേട്ടനാ ആടെ നിൽക്കണേ? രവിയേട്ടനും നല്ല നല്ല
കാറ്റ് അടിപൊളി. എന്താ നീ താഴത്തേക്ക് നമ്മളെ ടൈം കഴിഞ്ഞിട്ടോ. നമ്മൾ 40 മിനിറ്റ് പറഞ്ഞിരുന്നത് വരെ. അപ്പം നമ്മൾ ഇനി താഴേക്ക് പോവാണ്. നീ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ വന്ന വഴിക്കല്ലല്ലോ ഇറങ്ങണേ. നമ്മളതിലല്ലോ ഇനി മോളിയെ മനുഷ്യത്തെ ഇങ്ങോട്ട് നോക്ക്. കുറേ നേരം എന്നോട് ഞാൻ ചോദിച്ചിന് നമ്മൾ വന്ന വഴിയല്ലല്ലോ ഇറങ്ങണേന്ന്. എങ്ങനെ ഉരുണ്ട കേട്ടോ. ഇനി അത് കാണിച്ചിട്ടുണ്ടോ? ട്രയൽ കാണിച്ചിട്ടുണ്ടോ? എന്നിട്ട് അങ്ങക്ക് ഉരുളാലോ. എന്ത് ആനന്റെ വേറെ ഉണ്ട് സ്ഥലം. നിറച്ചാന 100 ആനകളുണ്ട് അവിടെ കാണട്ടെ. അടിപൊളി വ്യൂ ഇടക്കിട്ടോ. അവിടെ ഒരു കുളം കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴാ കാണുന്നത്. എന്ത് അടിപൊളി പ്ലേസ്. വരുന്നുണ്ടല്ല ജീപ്പ് വരുന്നുണ്ടല്ലോ. അവിടെ നിന്ന് വരുന്ന കാണുന്നുണ്ടോ? അവിടെ നിന്ന് അതിലൂടെ അങ്ങനെ വന്നിട്ടാട്ടോ വരുന്നു ഇവിടെ വരുന്നത്. വെയിൽ നല്ല വെയിൽ. പക്ഷെ ഒരു തരി ചൂടറിയില്ല കേട്ടോ. തണുത്ത കാറ്റ്. മോളെ ഇനി താഴെ എത്തിയിട്ട് കാണിക്കാൻ വീഡിയോ എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഈ 2 കണ്ടില്ല. വീഡിയോ എടുക്കൂല പിടിക്കൂല ഒക്കെ ഫുള്ള് എനിക്കെടുത്ത പണിയാ. കേട്ടോക്കി ബൈ ബൈ.